മരണത്തിലും തീരാത്ത പകയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അച്യുതാനന്ദനോട് CPM-ന്റെ കണ്ണൂർ ലോബിക്ക് മരണത്തിലും തീരാത്ത പകയുണ്ടോ? ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഉണ്ടെന്ന് വേണം കരുതാനായിട്ട്. ഈ പറയുന്ന വിഭാഗീയതയുടെ കാലമൊക്കെ നമുക്കറിയാം. അന്ന് VS അധികാരത്തിലേക്ക് എത്തുന്നു. അവിടെ ഒരുപാട് പ്രതിസന്ധികളും കടമ്പകളും കടന്ന് VS ഒറ്റയ്ക്ക് പോരാടി നേടിയതായിരുന്നു ആ മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ VS-ന്റെ മരണത്തിൽ വല്ലാത്ത കണിശതയാണ് പാർട്ടിക്കുള്ളത് എന്നുള്ളത്. പാർട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അംഗം ആയ ചില കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾക്ക് അത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം പൊതുദർശനത്തിന് വെച്ചപ്പോഴെല്ലാം അവിടെയൊക്കെ വലിയ തിരക്കാവുമ്പോൾ ഈ അണമുറിയാതെ ജനമെത്തുകയാണ്. കാരണം VS-നെ അവസാനമായി കാണാനായിട്ട് അത്രയേറെ. കാരണം ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രം മുഴുവനാണ് ആ കിടക്കുന്ന മനുഷ്യൻ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പോരാട്ട വീര്യത്തിൻ്റെ, ഒടുങ്ങാത്ത വിപ്ലവത്തിൻ്റെ ആ തീജ്വാല ഇപ്പോഴും ആ ശരീരത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ചെഗുവേര മരിച്ചു കിടക്കുമ്പോൾ, ചെഗുവേരയെ പറ്റി പറയുന്നൊരു കഥയാണ്. ചെഗുവേരയെ പറ്റിയിട്ട് ഒരുപാട് കഥകളുണ്ടല്ലോ. സ്വന്തം സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കഥ വരെ ചെഗുവേരയുണ്ട്. ചെഗുവേരയ്ക്ക് സുഹൃത്തിനോട് സംശയം തോന്നി. പിറ്റേന്ന് അദ്ദേഹം എഴുതിയത്രേ, ഞാൻ ആ സംശയം ഒരു പുള്ളർത്തി തീർത്തു വന്ന്. ഉള്ളതാണോ എന്നറിയില്ല, ഇങ്ങനെ കേൾക്കുന്ന കഥകളൊക്കെയാണ്. ചിലപ്പോൾ ആയിരിക്കാം. കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെയാണ്, സംശയം തോന്നിക്കഴിഞ്ഞാൽ കൊലപാതകം ചെയ്യും. സ്റ്റാലിൻ്റെയൊക്കെ ചരിത്രം അതാണല്ലോ. അപ്പോൾ ചെഗുവേര മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പാതിയെ ഉണ്ടായിരുന്നുള്ളതാണ്. തുറച്ചു നോക്കിക്കൊണ്ടാണ് മരിച്ചത്. ഒരു കൈ ചുരുട്ടി പിടിച്ചിരുന്നു, മുഷ്ടി ചുരുട്ടി പിടിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ വൈകാരികമായിട്ട് സഖാക്കളൊക്കെ തന്നെ ഇങ്ങനെ അവരുടെ വിപ്ലവ നേതാക്കളെ പറ്റിയിട്ട് പറയുന്ന കഥകൾ പറയുന്നതൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ പക്ഷേ VS എന്ന് പറയുന്ന നേതാവിനെ അതുപോലെ പറയുന്ന കഥയല്ല, കണ്ണിൽ കാണുന്ന സത്യമാണ്. VS-നെ കാണാനായിട്ട് അണമുറിയാതെ എത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ദർബാർ ഹാളിലേക്ക് ഒഴുകിയെത്തുന്ന ജനസാഗരം. അത് ഓർമ്മപ്പെടുത്തുന്നത് VS എന്ന് പറയുന്ന ജനകീയനായ കരുത്തിനെയാണ്. ആരോടും കടക്ക് പുറത്തെന്ന് പറയാത്ത, ഒരു മാധ്യമങ്ങളോടും കയർക്കാത്ത, ആരുടെയും മൈക്ക് തട്ടി മാറ്റാത്ത, എല്ലാവരോടും സംസാരിച്ച, ചോദ്യം ചോദിച്ച, കുട്ടികളോട് പോലും സൗമ്യമായി ഉത്തരം പറഞ്ഞ സാധാരണ മനുഷ്യരെ പോലെ. കാരണം ഒരു ചങ്കേ ഉണ്ടായിരുന്നു, അധികം ബ്ലഡ് പ്രഷറൊന്നുമില്ല. ഒറ്റ ചങ്കിൻ്റെ ബ്ലഡ് പ്രഷറേ ഉള്ളൂ. ആ പ്രഷറിൽ സുഖമായിട്ട് അതൊരു പ്രഷറും പ്ലഷറുമായിരുന്നു അതായത് ആ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ജനങ്ങളുടെ മുദ്രാവാക്യത്തിൻ്റെ സമരതാളമാണ് തൻ്റെ ഹൃദയതാളം എന്ന് കൃത്യമായിട്ട് VS-ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് VS ആ രാഷ്ട്രീയം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചത്. അവിടെ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പറയുന്ന ജനങ്ങൾ ഒഴുകിയെത്തിയപ്പോൾ അവിടെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി. ആ അനൗൺസ്മെൻറ്റിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവിടെ ഇനി പൊതുദർശനത്തിനാരും നിൽക്കേണ്ടതില്ല, കാണാനായിട്ട് നിൽക്കേണ്ട, വലിയ തിരക്കാണ്, കൃത്യസമയത്ത് ഞങ്ങൾ ബോഡി AK സെൻറ്ററിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞാൽ AK സെൻറ്ററിലേക്ക് മാറ്റി. AK സെൻറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയും ജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയും നിലയ്ക്കാത്ത ജനപ്രവാഹം. ഈ ജനപ്രവാഹം കാണുമ്പോൾ ചിലർക്കൊന്നും അത്രയ്ക്ക് ദഹിക്കില്ലല്ലോ, അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വന്നത് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും അനൗൺസ്മെൻ്റ് ഉണ്ടായി. കൃത്യത, ഭയങ്കര കണിശതയാണ്. സമയം തീരുന്നു, മൃതദേഹം വീട്ടിലേക്ക് മാറ്റുന്നു. പക്ഷേ അവിടെ നിന്നില്ല, ആ ചെറിയ വീട്ടിലേക്ക്, വലിയ സൗകര്യങ്ങളും മണിമാളികയൊന്നുമല്ല VS-ൻ്റെ വീട്, ആ വീട്ടിലേക്കും ജനങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു. ആരാധകരുടെ, അദ്ദേഹത്തിൻ്റെ ആദർശം പിൻപറ്റുന്നവരുടെ, കമ്മ്യൂണിസ്റ്റുകളുടെ വലിയ ആരവം തന്നെ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നു. അപ്പോൾ ഇവിടെ ആർക്കാണ് VS-നെ ജനങ്ങൾ കാണുന്നതിൽ, ജനങ്ങൾ ഒഴുകിയെത്തുന്നതിൽ, ജനങ്ങൾ പിന്തുണ അറിയിക്കുന്നതിലൊക്കെ പ്രശ്നമെന്നുള്ളതാണ് ഒരു ചോദ്യം വരുന്നത്. K. കരുണാകരൻ തിരുവനന്തപുരത്താണ് മരിച്ചത്. അന്നും ഇതുപോലെ അനന്തമായി നീണ്ടുപോകുമായിരുന്നു. ഈ പറയുന്ന ജനസാഗരം എത്തി കണ്ട്, ലീഡറെ കണ്ട് മടങ്ങുമ്പോഴത്തേക്കും ഈ നിശ്ചയിച്ച സമയത്തിനൊന്നും ബോഡി ഒരിടത്തേക്ക് മാറ്റാനൊന്നും കഴിയുന്നില്ല. നായനാർ മരിച്ചപ്പോഴും അത് തന്നെയായിരുന്നു. ഞാനും പോയി, എൻ്റെ ചെറുപ്പകാലത്താണ് ഞാനും പോയി കണ്ടതാണ് ദർബാർ ഹാളിൽ, സെക്രട്ടേറിയറ്റ്. അപ്പോൾ അതുപോലെ തന്നെ EMS മരിച്ചപ്പോഴും ഇങ്ങനെ ഒരുപാട് ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴും ആരെയും തെരഞ്ഞിട്ടില്ല. എല്ലാവരും വന്ന് കാണുകയും അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയും എല്ലാം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര അറിയാമല്ലോ. ആ വിലാപയാത്രയിൽ ആയിരക്കണക്കിന് ആൾക്കാർ വണ്ടിക്ക് പുറകെ ഓടിയൊക്കെ എത്തിയ ആൾക്കാരെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്രയേറെ സ്വാധീനം ചെലുത്തിയ നേതാക്കളാണ്. അപ്പോൾ VS-ന് എത്തുന്ന ഈ ജനപിന്തുണ, VS-നെ ഇപ്പോഴും ആരാധനയോടുകൂടി നോക്കി നിൽക്കുന്ന, VS-ന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന കണ്ണേ കരളെ VS, എല്ലാവരും അതാ പത്രങ്ങളിലെല്ലാം കൊടുത്തിരിക്കുന്ന കണ്ണേ കരളെ VS എന്നാണ്. ആ VS-ന് വേണ്ടിയിട്ടാണ് ഈ ജനഹൃദയങ്ങൾ ഇപ്പോഴും മിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുണ്ട്. അപ്പം അങ്ങനെ ഒരു പോരാട്ട വീര്യത്തിൻ്റെ വിപ്ലവ സൂര്യനെ കാണാൻ വേണ്ടി ജനങ്ങൾ എത്തുമ്പോൾ ഒരു വിഭാഗത്തിന് വലിയ അമർഷം ഉണ്ടാവാം.
ഞങ്ങൾക്കിത് കിട്ടുന്നില്ല, ഞങ്ങൾക്കിത് കിട്ടാനുള്ള സാധ്യതയുമില്ല. കാരണം സ്വന്തം കയ്യിലിരിപ്പ് എന്താണെന്ന് അറിയാവുന്നവർക്ക് ആ വ്യക്തിപ്രഭാവമൊന്നുമില്ല. വ്യക്തിപ്രഭാവം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ നിന്ന് ആർദ്രതയുടെ കരുണയുടെ വശങ്ങൾ ഉണ്ടായിരിക്കണം. ആരെയും വേദനിപ്പിക്കാതെ കടന്നു പോകാൻ കഴിയണം. വേദനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലപാടുകളുടെ പേരിൽ VS ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്? സ്ത്രീ പീഡനം ചെയ്തവരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഐസ്ക്രീം പാർലർ കേസിൽ പലർക്കും വേദനിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഗണേഷ് കുമാർ ഒരിക്കൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, VSനെ കളവൻ എന്നൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എൻ്റെ അച്ഛനെ ദ്രോഹിച്ചു. ഏതാ മണിമലയാർ കേസിൽ, അഴിമതി കേസിൽ ഈ ബാലകൃഷ്ണപിള്ള ജയിലിലേക്ക് പോയി. അതിന് കാരണം VS ആണെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനെ വേട്ടയാടി. അഴിമതി ഉള്ളതുകൊണ്ടല്ലേ ഈ പറയുന്ന ഇതുണ്ടായത്. പിന്നെ അതുപോലെ തന്നെ സൂര്യനെല്ലി കേസിൽ, കിളിരൂർ കേസിൽ, ഇതിലെല്ലാത്തിലും VS കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ VS അഴിമതിക്കെതിരെ ലാവ്ലിൻ കേസിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ലാവ്ലിൻ കേസിലൊക്കെ കൃത്യമായിട്ട് VSൻ്റെ കൈ കാണാൻ കഴിയും. കാരണം VS കമ്മ്യൂണിസ്റ്റാണ്. ആ കമ്മ്യൂണിസ്റ്റിൻ്റെ പ്രത്യേകത കമ്മ്യൂണിസത്തെ കൂടി സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ കമ്മ്യൂണിസ്റ്റുകൾ ഇടയിലുള്ളവർ അഴിമതി കാണിച്ചാൽ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ചുമതലയാണ്. അത് പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം വിടവാങ്ങുന്നത് കൂടെ അതില്ലാതാവുകയാണ് തിരുത്തൽ ശക്തി. അതെ, ഈ VSന്റെ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് റാൻ മൂളികൾ മാത്രം പാർട്ടിയിൽ അവശേഷിക്കുന്നത്. അപ്പം ഇത് ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന ലെഫ്റ്റ് സിനിമയ്ക്കകത്ത് ആ സിനിമയെ ഒതുക്കിയതുപോലെ CPM ചെയ്തതുപോലെ മറ്റൊരു കാര്യത്തെയും CPM ഒതുക്കിയിട്ടില്ല. സ്വാതന്ത്ര്യത്തിന്റെ അതെ, മകുടോദാഹരണമാണത്. അപ്പോൾ അവിടെ ആ സിനിമയ്ക്കകത്ത് പറയുന്ന മാവോയുടെ ഒരു വാക്കുകൾ അതിൽ ഉദ്ധരിക്കുന്നുണ്ട് മുരളി ഗോപി. പാർട്ടിക്ക് തോക്ക് ഉപയോഗിക്കാം, തോക്ക് പാർട്ടിയെ ഉപയോഗിക്കരുതെന്ന് പറയും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഒരു വലിയ നേതാവ് ഉണ്ടാകുന്നു. ആ നേതാവിനെ പാർട്ടി ഉപയോഗിക്കുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അവിടെ മുരളി ഗോപി പറയുന്നത് കൈതേരി സഹദേവനോട് പറയുന്ന അതാണ്, സഹദേവ നീ പാർട്ടിയെ ഉപയോഗിക്കുകയാണെന്നാണ് പറയുന്നത്. അയാൾ തോക്കാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കൈതേരി സഹദേവന്മാർ ആരാണ് യഥാർത്ഥ ജീവിതത്തിൽ? അതെ, പിണറായി വിജയൻ. അത് സിനിമയിൽ അങ്ങനെ പറയുന്നില്ല, സിനിമയിൽ പറയുന്നില്ല, മുരളി ഗോപിയും പറയുന്നില്ല. കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും കണ്ണൂരിൽ ആയിരിക്കാം, ചില സാമ്യമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ചിലപ്പോൾ ആയിരിക്കും. പക്ഷെ എന്തായാലും ഒരു നേതാവ് ഒരിക്കലും പാർട്ടിയെ ഉപയോഗിക്കുന്ന ആളാവരുത്. പാർട്ടി ആ നേതാവിനെ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ആ നേതാവ് തീർച്ചയായിട്ടും പാർട്ടിക്ക് വിധേയനായിരിക്കണം. അപ്പോൾ ഇവിടെ ഒരൊറ്റ നേതാവ് ഞാൻ മാത്രം മതി, എനിക്ക് ശേഷം പ്രളയം എന്നൊരു കൺസെപ്റ്റ് ഒരാൾ വെച്ച് പുലർത്തി കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റിൻ്റെ ശീലമല്ല. തനിക്ക് ശേഷം തന്നേക്കാൾ നന്നായിട്ട് ഒരു പിൻതലമുറ ഉണ്ടാവുകയും അത് സാമൂഹിക വിപ്ലവത്തിനും ഈ പറയുന്ന പരിണാമങ്ങൾക്കും ജനകീയ പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും അത് നിരന്തരമായി കലഹിക്കുകയും ആ കലഹങ്ങളിൽ നിന്ന് പുതിയൊരു, അതായത് തീസിസ് ആൻറ്റി തീസിസും കൂടെ ചേർന്ന് സിന്തസിസ് ഉണ്ടാവുന്നത് പോലെ, തമ്മിൽ പൊരുതി സിന്തസിസ് ഉണ്ടാകുന്നത് പോലെ അത്തരത്തിലൊരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റുകൾ ശ്രമിക്കുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പ്രവർത്തനം കാണുന്നില്ല VS നോക്കുമ്പോൾ. അതുകൊണ്ട് VS ഈ പറയുന്ന ലാവ്ലിൻ കേസിൽ വ്യക്തമായി ഇടപെടുന്നു. VSനെ അറിയാം കൃത്യമായിട്ട്. അപ്പോൾ ഈ പറയുന്ന പല ആൾക്കാരുമുണ്ട്, പല ജേർണലിസ്റ്റുകളുമുണ്ട്. ആ ജേർണലിസ്റ്റുകൾ പലരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്ന് വലിയ രീതിയിൽ എഴുതുകയും അവരെയൊക്കെ ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഒരുപാട് ആൾക്കാരെ അടിച്ചമർത്തപ്പെടുകയുണ്ടായിട്ടുണ്ട്. VSനെ ഒപ്പം നോക്കി ഈ പറയുന്ന നമുക്ക് KM ഷാജഹാന്റെ കാര്യങ്ങൾ തന്നെ അറിയാമല്ലോ, എങ്ങനെയാണ് പാർട്ടി കൈകാര്യം ചെയ്തത്. പാർട്ടി VSന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നവരോട് പോലും എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. P. ഗോവിന്ദപിള്ളയുടെ പാർട്ടി എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് നമുക്കറിയാമെന്നുള്ള. അപ്പോൾ ഈ പറയുന്ന EMSന് തുല്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ് P. ഗോവിന്ദപിള്ള, അത്രയും താത്വികാചാര്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പോലും പാർട്ടി എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അതിലപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ്. EMSന്റെ കാലം മുതൽ റിബലായി നിന്ന ആളാണ് VS എന്ന് പറയുന്നത്. EMSന് അപ്പോൾ EMSന് പോലും CITU പക്ഷമൊക്കെ അന്നുണ്ടായിരുന്നു. EMS തുടങ്ങി വെച്ചതാണ്. ഔദ്യോഗിക പക്ഷം നിരന്തരമായി VSനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന നായരാരുടെ കാലത്തും തുടർന്നു. എല്ലാ കാലത്തും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് VSനെ വേട്ടയാടുന്നുണ്ട്. ചടയൻ ഗോവിന്ദന് ശേഷം പിണറായി വിജയനെ സ്റ്റേറ്റ് സെക്രട്ടറി ആക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പിന്തുണച്ച ആളായിരുന്നു VS അച്യുതാനന്ദൻ. പക്ഷേ അവിടെ അതിനുശേഷം സെക്രട്ടറി ആയതിനു ശേഷം തൻ്റേതായ രീതിയിലുള്ള ഒരു പുതിയ വിഭാഗീയ അവസ്ഥ പാർട്ടിക്കുണ്ടായത് പിണറായി വിജയന് ശേഷമാണ്. അങ്ങനെയാണ് VS പക്ഷവും ഔദ്യോഗിക പക്ഷവും ഉണ്ടാകുന്നത്. അങ്ങനെ എല്ലായിടത്തും അങ്ങനെ മുതിർന്ന നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ വലിയ നേതാവ് ഉണ്ടായിരുന്നു, പിരപ്പങ്കോട് മുരളിയെ പോലുള്ളവരൊക്കെ.
അവരെയൊക്കെ ഈ പറയുന്ന വിഭാഗീയതയുടെ പേരിൽ പാർട്ടിയൊക്കെ എങ്ങനെയാണ് പരിഗണിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ട് തിരുവനന്തപുരത്തെ പാർട്ടി സഖാക്കളോട് ചോദിച്ചറിയാൻ കഴിയും. എന്തായി പിരപ്പങ്കോട് മുരളിയെ പോലുള്ള സാഹിത്യകാരനും നാടക പ്രവർത്തകനും കലാകാരനും ഒക്കെ ആയിട്ടുള്ള ഗംഭീര പ്രഭാഷണമൊക്കെ നടത്തുന്ന മനുഷ്യനാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നേതാക്കളെ ഈ പറയുന്ന വിഭാഗീയതയുടെ പേരിൽ ഒതുക്കി തീർത്തിട്ടുണ്ട്. ഇപ്പോൾ വിഭാഗീയത ഒന്നും ഇല്ലെങ്കിൽ പോലും എവിടെ ജി സുധാകരൻ, എവിടെ തോമസ് ഐസക്ക്, ഒരു MA ബേബി ഉണ്ട്. ആ MA ബേബി AKG സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ പിണറായി വിജയനെ ഉദ്ഘാടനം ചെയ്ത് എവിടെ ജനറൽ സെക്രട്ടറി ബാക്ക് പുറകിൽ മാറി നിൽക്കുന്നു. അപ്പോൾ ഒരു സൂപ്പർ ജനറൽ സെക്രട്ടറി പാർട്ടിക്ക് നിൽക്കുന്നു. അവിടെയാണ് VS-നെ ഇപ്പോഴും മരണത്തിന് ശേഷവും അവഗണിക്കുന്നത്. മുതലാളിത്തം ചൊവ്വേരെ ഭയപ്പെട്ടിരുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ മുതലാളിത്തമല്ല ഭയക്കുന്നത്, ഇവിടെ പാർട്ടിയിലെ ഒരു വിഭാഗം, പാർട്ടിയുടെ ഈ പറയുന്ന അധികാരം കൈയാളുന്ന വിഭാഗങ്ങളൊക്കെ തന്നെ VS-നെ മരണശേഷവും ഭയക്കുന്നു. ഈ പറയുന്നുണ്ട് ഇവരുടെ വിപ്ലവകാരിയായിരുന്ന വർഗീസ് ഇല്ലേ, നക്സൽ വർഗീസ് മരിച്ചു എന്ന് പോലീസിന് ഉറപ്പില്ലായിരുന്നു. കാരണം പോലീസിന് ഭയങ്കര ഡൗട്ടായിരുന്നു, ഇയാൾ മരിക്കുമോ എന്നുള്ളതായിരുന്നു ഇയാൾ മരിക്കുമോ, വെടിവെച്ചാൽ മരിക്കുന്ന ആളാണോ വർഗീസ് എന്നുള്ളതിൻ്റെ ഭയങ്കര സംശയം ഉണ്ടായിരുന്നു പോലീസിന്. അതുപോലെ VS മരിച്ചു എന്നുള്ളത് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുപോലെ VS-ൻ്റെ പ്രഭാവം അങ്ങനെ അസ്തമിച്ചു പോകുമെന്ന് അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് VS-ൻ്റെ പ്രഭാവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് VS-ൻ്റെ അവരേക്കാൾ VS-നെ പിന്തുടരുന്നവരേക്കാൾ ഇവർക്കാണ് ബോധ്യമുള്ളത്. അതുകൊണ്ടാണ് ഇവർ ഈ ധൃതി വയ്ക്കുന്നത്. വലിയ ചുടുകാടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണേ, ഈ സമയമൊന്ന് വേഗം കടന്നു പോകണേ എന്നൊക്കെയാണ് അവർ പ്രാർത്ഥിക്കുക. കമ്മ്യൂണിസ്റ്റുകൾ പ്രാർത്ഥിക്കുമെന്നറിയില്ല. എന്തായാലും ഇവരൊക്കെ ഈ പറയുന്ന വിഭാഗക്കാരൊക്കെ പ്രാർത്ഥിക്കാനും ഇടയുണ്ട്.